ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. തത്സമയ ദൃശ്യങ്ങൾ. അനുരാഗിന്റെ വിശദാംശങ്ങളുമായി. അനുരാഗ, പ്രവർത്തകരുടെ ഒരു വലിയ സംഘം തന്നെയുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അല്പം സംഘർഷഭരിതമാണ് സാഹചര്യം എന്നല്ലേ അനുരാഗ്? എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്പസമയത്തിന് മുൻപ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ പലതവണ ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു. ആ സമയത്തൊക്കെയും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടാണ് പോലീസ് പ്രതിരോധം തീർത്തത്. അതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഇപ്പോൾ നഗരസഭയുടെ മതിൽ ചാടിക്കടന്ന് പ്രതിഷേധവുമായി എത്തിയത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയാണ് മതിൽ ചാടിക്കടന്ന് നഗരസഭയുടെ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഈ സമയത്ത് പോലീസ് കൃത്യമായി ഇടപെട്ട് പ്രതിരോധം തീർത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. സമാന്തരമായി തന്നെ പുറത്ത് ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുള്ള ഇടത്ത് പ്രവർത്തകർ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്നു. അവരെയും പ്രതിഷേധം നടക്കുകയാണ്. അകത്ത് ചാടിക്കയറിയ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും കൂടുതൽ പ്രവർത്തകർ നഗരസഭയുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ജോയിയുടെ മരണത്തിൽ ഉത്തരവാദി നഗരസഭയാണ്. കൃത്യമായി മാലിന്യം നീക്കാത്തതാണ് ജോയിയുടെ മരണത്തിന് കാരണം. ഇത് അടക്കം ആരോപിച്ചുകൊണ്ട് വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഈ വനിതാ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ കലുഷിതമായി തലസ്ഥാനമെന്ന് പറയേണ്ടി വരും. നീണ്ട ഇളവേളയ്ക്ക് ശേഷം കോർപ്പറേഷൻ പരിസരം യുദ്ധക്കളമായി മാറുന്ന ആ കാഴ്ച തന്നെയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. കനത്ത മഴയെ പോലും അവഗണിച്ചുകൊണ്ടാണ് പ്രവർത്തകർ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ വിവിധയിടങ്ങളിൽ നിന്ന് വീണ്ടും ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാരിക്കേഡ് വെച്ച് കോർപ്പറേഷന് മുന്നിൽ തന്നെ പോലീസ് തടഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് നിന്ന് മതിൽ ചാടിക്കടന്നാണ് കൂടുതൽ പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ കോർപ്പറേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഇവരെയൊക്കെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ നീക്കിയിരിക്കുന്നു. എന്തായാലും പുറത്ത് ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുന്നോട്ട് വരാനുള്ള ശ്രമം തുടരുകയാണ്. അവരെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ പ്രതിരോധം തീർക്കുകയാണ്. എന്തായാലും സംയമനം പാലിക്കുകയാണ് പോലീസ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ഒരു സമരം അത് അക്രമ സമരത്തിലേക്ക് മാറുകയാണെങ്കിൽ ഒരുപക്ഷെ ലാത്തിചാർജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പ്രവർത്തകർ പലയിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നു. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം തുടരുന്നു. പോലീസിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം തുടരുകയാണ്. എന്തായാലും മേയർ രാജിവെക്കണം, രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. എന്താണ് അടുത്ത നീക്കമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ റോഡ് ഉപരോധിക്കാൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യം കണ്ടറിയണം. എന്തായാലും ഒരു കൂട്ടം പ്രവർത്തകരാണ് നഗരസഭയുടെ മതിൽ ചാടിക്കടന്ന് നഗരസഭയ്ക്കുള്ളിലേക്ക് കയറി പ്രതിഷേധിക്കാനായി എത്തിയത്. ഇവരെ കൃത്യമായി പോലീസ് ഇടപെട്ട് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ തമ്പടിച്ചിരുന്ന പ്രവർത്തകർ ഇവിടെ നിന്ന് മാറുകയാണ്.
തലസ്ഥാനത്ത് കനത്ത പ്രതിഷേധമാണ് ജോയിയുടെ മരണത്തിൽ. മേയർ രാജിവെക്കണമെന്നതടക്കം ഉന്നയിച്ചുള്ള പ്രതിഷേധമാണ് ഈ നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് നഗരസഭയിലേക്ക് മാർച്ച് നടന്നത്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അനുരാഗ് തുടരുന്നുണ്ട്. അനുരാഗ്, ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും കൂടുതൽ പ്രവർത്തകർ വീണ്ടും എത്തി എന്നാണ് മനസ്സിലാകുന്നത്. ഈ മേയറുടെ രാജി അടക്കമുള്ള ആവശ്യങ്ങൾ നടപ്പിലാകാതെ ഇവർ പിന്നോട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ് പ്രതിഷേധം തുടരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരസഭയുടെ ഫ്രണ്ടിലാണ്, മുൻവശത്താണ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് പ്രവർത്തകരെ തടഞ്ഞത്. അതിൽ ചില കൂട്ടം പ്രവർത്തകരാണ് മുൻവശത്തെ മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ സംഭരിച്ചിരുന്ന പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോയെങ്കിലും കോർപ്പറേഷന്റെ പുറകിലുള്ള ഗേറ്റ് വഴി അകത്തേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഈ സമയത്ത് പോലീസ് ഇടപെട്ട് ഇവരെ മാറ്റുകയാണ്. പക്ഷേ പോലീസുമായി ഇപ്പോൾ ഉന്തും തള്ളും നടക്കുകയാണ്. നേരത്തെ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള പ്രകോപന മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ ഗോ ബാക്ക് വിളികളും അതിനൊപ്പം വലിയ രീതിയിലുള്ള ആക്ഷേപ മുദ്രാവാക്യങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുറകിലുള്ള ഗേറ്റ് വഴി നഗരസഭയുടെ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയത്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്ന ആവശ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത്. പക്ഷേ ഒരു രീതിയിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഇവർ ഓഫീസിലേക്ക് അകത്ത് കയറി പ്രതിഷേധിക്കണമെന്നടക്കമുള്ള നിലപാടിലാണ് തുടരുന്നത്. നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മേയർ രാജിവെച്ച് പുറത്തു പോകുന്നതുവരെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന നിലപാടിൽ തന്നെയാണ് പ്രവർത്തകർ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കനക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഒരു പ്രതിഷേധം കൊണ്ട് അവസാനിപ്പിക്കില്ല. നീണ്ട ഒരു പ്രതിഷേധ പരമ്പര തന്നെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് പ്രവർത്തകർ നൽകുന്നത്. എന്തായാലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു. തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഷാജറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നേമം ഷജീറിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും പോലീസും പ്രവർത്തകരും തമ്മിലാണ് ഇപ്പോൾ ഉന്തും തള്ളും നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ മേയർക്കെതിരെയായിരുന്നു മുദ്രാവാക്യവും പ്രതിഷേധവുമെങ്കിൽ ഇപ്പോൾ പോലീസിന് നേരെ പ്രവർത്തകർ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു. സമാധാനപരമായി പിരിഞ്ഞു പോകണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ പ്രവർത്തകർ അതിനെ കൂട്ടാക്കുന്നില്ല. വീണ്ടും പ്രചോദനപരമായി തന്നെ പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യം. എന്തായാലും സമരം കടുപ്പിക്കും. ജോയിയുടെ മരണത്തിന് ഉത്തരവാദി കോർപ്പറേഷനാണ്, മേയറാണ് എന്ന ഒരു ആരോപണമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ, ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ വലിയ അഴിമതി ആരോപണമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. മേയർ എത്രയും പെട്ടെന്ന് രാജിവെച്ച് സ്ഥാനം ഒഴിയണം എന്നുള്ളതാണ് പ്രവർത്തകരുടെ ആവശ്യം. നേരത്തെ സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BJP കൗൺസിലർമാർ കൂടി മേയറുടെ ഓഫീസിന് മുന്നിൽ പോലീസ് ലാത്തിചാർജ് തുടങ്ങിയിരിക്കുകയാണ്. പ്രവർത്തകർ ഒരു ഘട്ടത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തതുകൊണ്ട് പോലീസ് ഇപ്പോൾ ലാത്തിചാർജ് ആരംഭിച്ചിരിക്കുന്നു. പ്രവർത്തകരെ അടിച്ചോടിക്കുകയാണ്. പോലീസിനെ ഉപദ്രവിച്ച, പോലീസിന് നേരെ പ്രകോപനം നടത്തിയ പ്രവർത്തകരെയൊക്കെ പോലീസ് ഓടിച്ച് പിടികൂടുന്ന ദൃശ്യം. എന്തായാലും ലാത്തിചാർജ് ആരംഭിച്ചിരിക്കുന്നു. പ്രവർത്തകരെ ഇവിടെ നിന്ന് ലാത്തിചാർജ് നടത്തി മാറ്റുകയാണ് പോലീസ് ചെയ്യുന്നത്. നേരത്തെ സമാധാനപരമായി തന്നെ പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശം പോലീസ് പല ഘട്ടത്തിൽ നൽകി. പക്ഷേ ഒരു ഘട്ടത്തിലും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ആ ഘട്ടത്തിലാണ് പോലീസിന് ഇപ്പോൾ ലാത്തിചാർജ് നടത്തേണ്ടി വന്നത്. നേരത്തെ ജലപീരങ്കിമാർ പ്രയോഗിച്ചുകൊണ്ടാണ് പ്രതിരോധം തീർത്തതെങ്കിൽ ഇപ്പോൾ അത് ലാത്തിചാർജിലേക്ക് കടന്നിരിക്കുന്നു. പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്.
തിരുവനന്തപുരത്ത് പ്രതിഷേധം കടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് ലാത്തി ചാർജ് നടത്തി പ്രവർത്തകരെ ഒഴിപ്പിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത്. അനുരാഗ് തുടരുന്നുണ്ട്. അനുരാഗ്, ഒരൽപ്പം ശാന്തമായി എന്ന് വേണോ കരുതാൻ? പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണോ? പ്രവർത്തകർ ഇപ്പോൾ കോർപ്പറേഷൻ പരിസരത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ പ്രധാന പാതയായ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ നേരെ പോവുകയാണ്. ഇവർ ഒരുപക്ഷെ റോഡ് ഉപരോധിക്കാനാണോ നീക്കം നടത്തുന്നത് എന്ന് വ്യക്തമല്ല. എന്തായാലും കോർപ്പറേഷൻ പരിസരത്ത് നിന്ന് പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന ദൃശ്യമാണ്. പോലീസിന് നേരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ തുടക്കഘട്ടത്തിൽ കോർപ്പറേഷനും മേയർക്കുമെതിരെയായിരുന്നു സമരമെങ്കിൽ പിന്നീട് അത് പോലീസിന് നേരെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പോലീസിന് നേരെ പ്രകോപന മുദ്രാവാക്യം, അവർക്ക് നേരെ കമ്പും മറ്റു വടികളും വലിച്ചെറിയുന്നു. ആ ഘട്ടത്തിലൊക്കെയും പോലീസ് സംയമനം പാലിച്ചു. ജലപീരങ്കി മാത്രം പ്രയോഗിച്ചുകൊണ്ടാണ് പ്രതിരോധം തീർത്തത്. പിന്നീട് അവർ ഒരു കൂട്ടം പ്രവർത്തകർ കോർപ്പറേഷനുള്ളിലേക്ക് മതിൽ ചാടിക്കടന്ന് പ്രതിഷേധിക്കുന്നു. ആ സമയത്തും പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം. പിന്നീടാണ് പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ നിന്ന് മാറി, അവിടെ നിന്ന് മാറി പുറകോട്ട് കോർപ്പറേഷൻ ഓഫീസിന്റെ പുറകുവശത്തേക്ക് വന്നത്. അവിടെ നിന്ന് അപ്രതീക്ഷിതമായി പുറകിലത്തെ ഗേറ്റ് വഴി അകത്തേക്ക് നീക്കമാണ് നടത്തിയത്. അവിടെയും പോലീസ് ഇടപെട്ട് അവരെ തടഞ്ഞു. ആ സമയത്താണ് പോലീസിന് നേരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ഉന്തും തള്ളും ഉണ്ടായത്. പോലീസിന് നേരെ വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായി. ഈ സമയത്താണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. ഇത്തരത്തിൽ ഉപദ്രവിച്ച പ്രവർത്തകരെ ഓടിച്ച് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്തും പോലീസിന് നേരെ വലിയ രീതിയിലുള്ള ആക്രോശമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കൊണ്ടുപോകില്ല എന്നുള്ള ഒരു കാര്യമാണ് ഭീഷണിയായി തന്നെ പ്രവർത്തകർ ഉന്നയിക്കുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് പ്രവർത്തകർ പാളയം രക്തസാക്ഷി മണ്ഡപം കേന്ദ്രീകരിച്ച് റോഡിലൂടെ പോവുകയാണ്. ഒരുപക്ഷെ റോഡ് ഉപരോധിക്കുമോ അല്ലെങ്കിൽ താഴെ DCC ഓഫീസിലേക്ക് പോകുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാനം കലുഷിതമാവുകയാണ്. കോർപ്പറേഷൻ പരിസരം ഒരു ഇടവേളയ്ക്ക് ശേഷം യുദ്ധക്കളമായി മാറുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. എന്തായാലും പ്രവർത്തകർ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. DCC ഓഫീസിലേക്കാണ് പോകുന്നത് എന്നാണ് പ്രാഥമിക വിവരം. അവിടെ അങ്ങനെയാണെങ്കിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്ന് പ്രവർത്തകർ പറയുമ്പോഴും വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നൽകുന്ന മുന്നറിയിപ്പ്. പ്രതിഷേധം താത്കാലികമായി നിർത്തി പ്രവർത്തകർ മടങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ പ്രതിഷേധമായിരുന്നു. പ്രവർത്തകരുടെ ഒരു വലിയ സംഘം തന്നെ ഉണ്ടായിരുന്നു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ബാരിക്കേഡ് മറച്ചിട്ട് പ്രവർത്തകർ അകത്ത് കയറാൻ ശ്രമിച്ചു. മേയർ രാജിവെക്കണമെന്നതടക്കം ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. വലിയ പ്രതിഷേധം തന്നെയായിരുന്നു. ഒരു കൂട്ടം പ്രവർത്തകരെ പോലീസ് തുടക്കത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ വീണ്ടും കൂടുതൽ പ്രവർത്തകരെത്തി പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഉണ്ടായത്. മേയർ രാജിവെക്കണമെന്നതടക്കം മുന്നോട്ട് വെച്ചാണ് പ്രതിഷേധം നടത്തിയത്. ഇപ്പോൾ
പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ലാത്തി ചാർജ് ഉപയോഗിച്ച് പ്രവർത്തകരെ നേരിട്ടു. അതിനൊടുവിൽ ഇപ്പോൾ താത്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകർ DCC ഓഫീസിലേക്ക് മടങ്ങി എന്നാണ് മനസ്സിലാവുന്നത്. എന്നിരുന്നാൽ തന്നെയും വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുക്കാൻ തന്നെയാണ് സാധ്യത. DCC ഓഫീസിലേക്ക് പോകുന്നതിനിടയിലുള്ള പ്രതിഷേധമാണോ ഈ കാണുന്നത്? രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുകയാണ് പ്രവർത്തകർ. ഇവിടെ കൂടി പ്രതിഷേധിക്കാൻ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. DCC ഓഫീസിലേക്കല്ല പോകുന്നത്. വഴിമാറി ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പ്രവർത്തകർ കയറുകയാണ്. എന്താണ് നീക്കമെന്ന കാര്യം മനസ്സിലാകുന്നില്ല. ഇവിടെ പ്രതിഷേധം നടത്താനാണ് തീരുമാനമെന്ന് മനസ്സിലാകുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സമരം, അത് ആദ്യം പ്രതിഷേധം എന്ന രീതിയിൽ തുടങ്ങി പിന്നീട് അക്രമ സമരത്തിലേക്ക് മാറുന്ന കാഴ്ച തന്നെയാണ് കോർപ്പറേഷൻ പരിസരത്ത് കാണാൻ സാധിച്ചത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. റോഡ് ഉപരോധിക്കാനുള്ള നീക്കമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധം അവസാനിപ്പിക്കാനായിരിക്കണം നീക്കമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേഷന് മുന്നിലേക്ക് മേയറുടെ രാജി ആവശ്യപ്പെട്ട് പ്രവർത്തകർ എത്തുന്നു. ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. അപ്പോഴൊക്കെയും പോലീസ് ജലപീരങ്കി മാത്രം പ്രയോഗിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്നു. പിന്നീട് ഒരു കൂട്ടം പ്രവർത്തകർ നഗരസഭയുടെ മതിൽ ചാടിക്കടക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നമ്മൾ കാഴ്ചവെച്ചത്. നമുക്കറിയാം 40 വർഷമായി ഈ നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. 40 വർഷമായി അടിഞ്ഞുകൂടിയ ആ മാലിന്യ കൂമ്പാരത്തിന്റെ മേൽ ഒരു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞു വീഴുന്നത് നമ്മളെല്ലാവരും കാണുകയാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ, ഈ മാലിന്യം നഗരവാസികൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മാലിന്യ വിസർജനങ്ങൾ കോരി വാരുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ ഇറങ്ങിയിട്ട് അത് കേവലം ബ്ലെയിം ഗെയിം കളിച്ചുകൊണ്ട് അത് തങ്ങളുടേതായ കുറ്റമല്ല, തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുന്ന ഒരു നഗരസഭാ മേയറെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും കാണുന്നവർക്കെല്ലാം മനസ്സിലാവാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ റെയിൽവേ, അതല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൻ്റെ താഴത്ത് കൂടെ പോകുന്ന ഈ ഓടയിലൂടെയുള്ള മാലിന്യം നീക്കം ചെയ്യുന്നത് റെയിൽവേയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അതല്ലെങ്കിൽ ഉത്തരവാദിത്തം റെയിൽവേക്കാണെങ്കിൽ ആ റെയിൽവേ മാലിന്യം നീക്കിയിട്ടില്ല എങ്കിൽ അത് ശക്തമായ നടപടിയിലൂടെ ആ മാലിന്യം നീക്കേണ്ട ഉത്തരവാദിത്തം തിരുവനന്തപുരത്തെ നഗരസഭയ്ക്കാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റും അല്ലെങ്കിൽ വലിയ മാലിന്യമില്ലാത്ത വലിയ നല്ല നഗരമാണ് എന്നാണ് മേയർ പറയുന്നത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആ മേയറെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എവിടെയെല്ലാം മാലിന്യമുണ്ട് എന്ന് കാണിക്കാൻ ഇന്ത്യ യൂത്ത് കോൺഗ്രസിന് കഴിയുമെന്നുള്ളത് ഞാൻ ഉറപ്പു പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാലിന്യം കാണിച്ചു തന്നാൽ അത് മാറ്റം ചെയ്യാനുള്ള കരുത്തെങ്കിലും ഇവിടുത്തെ മേയർ കാണിക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ സമരത്തിന് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഈ സമരം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറാണ് സംസാരിച്ചത്. സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ സമരം തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സമരത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിസരം ഒരു ഇടവേളയ്ക്ക് ശേഷം സാക്ഷിയായി എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഇവർ പറയുന്നത് പോലെ റെയിൽവേക്ക് മാത്രമല്ല ഇത്തരത്തിൽ ഉത്തരവാദിത്തം കോർപ്പറേഷന് കൂടിയുണ്ട്. റെയിൽവേ ഇത്തരത്തിൽ മാലിന്യം മാറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് കോർപ്പറേഷൻ ഇടപെട്ടില്ല, കോർപ്പറേഷൻ ഇടപെട്ടുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യം കൂടി യൂത്ത് കോൺഗ്രസ് ചോദിച്ചു വയ്ക്കുകയാണ്. താൽക്കാലികമായി ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർന്നാൽ വേറെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ശക്തിയാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. അനുരാഗ്, പൂർണ്ണമായും പ്രവർത്തകർ അവിടെ നിന്നും പോയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അവിടെ നിന്നുള്ള?
പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടുണ്ട്. കോർപ്പറേഷനിൽ നിന്നും കുറച്ചു ദൂരം മാറിയാണ് പാളയം രക്തസാക്ഷി മണ്ഡപം. ഇവിടെയാണ് പ്രവർത്തകർ അവസാനമായി ക്യാമ്പ് ചെയ്തത്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറാണ് സംസാരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേയുടെ മുകളിൽ പഴിചാരിക്കൊണ്ട് കോർപ്പറേഷൻ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ആരോപണമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. റെയിൽവേക്ക് ഇത്തരത്തിൽ റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെങ്കിൽ അവർ അത് നിറവേറ്റിയില്ലെങ്കിൽ കോർപ്പറേഷൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യം കൂടി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഉന്നയിക്കുന്നു. അതിനൊപ്പം ഇത്തരത്തിൽ ഇനിയുള്ള കാര്യങ്ങളെങ്കിലും ഇനിയുള്ള ഇടങ്ങളിലെല്ലാം മാലിന്യം കൃത്യമായി നീക്കം ചെയ്യണമെന്ന കാര്യം കൂടി യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു സമരത്തിന് തന്നെയാണ്, കനത്ത മഴയെ പോലും അവഗണിച്ചുകൊണ്ടുള്ള കടുത്ത ഒരു സമരത്തിന് തന്നെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിസരം സാക്ഷ്യം വഹിച്ചത്. ആദ്യഘട്ടത്തിൽ ഒരു സമാധാനപരമായ പ്രതിഷേധമാണ് ആരംഭിച്ചതെങ്കിൽ പിന്നീട് അത് അക്രമ സമരത്തിലേക്ക് മാറുന്നു. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നു. ആ സമയത്ത് ജലപീരങ്കി മാത്രം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് പ്രതിരോധം തീർക്കുന്നു. ആ ഘട്ടത്തിൽ ഒരു കൂട്ടം പ്രവർത്തകർ നഗരസഭയ്ക്കുള്ളിലേക്ക് ചാടിക്കയറിക്കൊണ്ട് പ്രതിഷേധിക്കാൻ തീരുമാനിക്കുന്നു, ചാടിക്കടക്കുന്നു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയാണ് നഗരസഭയ്ക്കുള്ളിലേക്ക് ചാടിക്കടന്നത്. ആ സമയം ആ കോർപ്പറേഷൻ പരിസരത്തുണ്ടായിരുന്ന പോലീസുകാർ ഇടപെട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നാലെയാണ് പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ നിന്ന് മാറി കോർപ്പറേഷന്റെ പുറകുവശത്തേക്ക് വന്ന് ഗേറ്റ് വഴി ഉള്ളിലേക്ക് കടന്ന് പ്രതിഷേധിക്കാനുള്ള നീക്കം നടത്തിയത്. അവിടെയും പോലീസ് ഇടപെട്ട് ഇവരെ തടഞ്ഞു വെക്കുന്നു. ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ പോലീസിന് നേരെ ഉണ്ടാകുന്നു. പോലീസിന് നേരെ ഉന്തുന്തള്ളും ഉണ്ടാകുന്നു, വാക്കേറ്റം ഉണ്ടാകുന്നു. അതൊടുവിൽ ലാത്തി ചാർജിൽ അവസാനിക്കുന്നു. അവിടെ നിന്നാണ് പ്രവർത്തകർ പിന്നീട് മുദ്രാവാക്യ വിളികളോടെ സമരമായി തന്നെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് വന്നത്. അവിടെ എത്തി പ്രതിഷേധം അവസാനിപ്പിച്ചു എന്ന കാര്യം, താൽക്കാലികമായി ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു എന്ന കാര്യം നേമം ഷജീർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ പറയുന്നു. പക്ഷേ മാലിന്യം നീക്കം ചെയ്യണം, എല്ലായിടത്തെയും മാലിന്യം നീക്കം ചെയ്യണം. ഇനിയൊരു അപകടം ഇത്തരത്തിൽ ഉണ്ടാകാൻ പാടില്ല. റെയിൽവേയുടെ മുകളിൽ പഴിചാരുക മാത്രമല്ല, കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം കോർപ്പറേഷൻ നിറവേറ്റുകയും ചെയ്യണമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നത്തെ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. തുടർ സമരങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണോ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്? ലക്ഷ്മി, യൂത്ത് കോൺഗ്രസിന്റെ മാത്രമല്ല തിരുവനന്തപുരം ഇന്ന് ആകെ നോക്കുകയാണെങ്കിൽ കലുഷിതം തന്നെയാണ്. കാരണം രാവിലെ BJPയുടെ കൗൺസിലർമാർ മേയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധം നടത്തുന്നു. ജോയിയുടെ മരണത്തിന് ഉത്തരവാദി മേയറാണ്, കോർപ്പറേഷനാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് BJP കൗൺസിലർമാർ മേയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പക്ഷേ മേയർ രാവിലെ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെയാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കോർപ്പറേഷൻ മതിൽ ചാടിക്കടന്നുകൊണ്ട് പ്രതിഷേധം നടത്തിയത്. അപ്പോഴും പോലീസ് ഇടപെട്ട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ സമരം നടന്നത്. ഇപ്പോൾ സമാന്തരമായി തന്നെ DYFI പ്രവർത്തകർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അത് റെയിൽവേക്കാണ് ഈ ജോയിയുടെ മരണത്തിൽ ഈ മാലിന്യം നീക്കാത്തതിലൊക്കെയും ഉത്തരവാദിത്വം റെയിൽവേക്കാണ്. ജോയിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം റെയിൽവേ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് DYFI പ്രവർത്തകർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. അങ്ങനെ ആകെ നോക്കുകയാണെങ്കിൽ ഭരണപക്ഷത്തെ യുവജന സംഘടന റെയിൽവേയുടെ മുകളിൽ പഴിചാരുന്നു, പ്രതിപക്ഷത്തെ യുവജന സംഘടന കോർപ്പറേഷനിലേക്ക് പഴിചാരുന്നു. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇന്ന് സമരം ശക്തമായിരുന്നു, കലുഷിതമായിരുന്നു.